ഫുട്ബോൾ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് മെസ്സിയുമൊപ്പം അർജന്റീന ടീമും കേരളത്തിലേക്ക് ഫുട്ബോൾ തട്ടാൻ എത്തുമെന്നുള്ള വാർത്ത. അതിന് നിരവധി സ്പോൺസർമാരെ ബന്ധപ്പെട്ടു. ആദ്യഘട്ടത്തിൽ തന്നെ ഓൾ കേരള ഗോൾഡ് ആൻഡ് മർച്ചന്റ്സ് അസോസിയേഷനാണ് സ്പോൺസർഷിപ്പുമായി മുന്നിലേക്ക് വന്നെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു വിഭാഗമാണ് ഇത്തരത്തിൽ ഒരു പണപ്പിരിവ് ഉൾപ്പെടെ നടത്തിയെന്ന പരാതിയുമായി സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ ഔദ്യോഗിക വിഭാഗം. എന്തായാലും പരാതി അന്വേഷിച്ച് മുന്നിലേക്ക് പോകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്താണ് നമ്മുടെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നത്? ഇത് കഴിഞ്ഞ നവംബറിലാണെന്ന് തോന്നുന്നു ജസ്റ്റിൻ വിഭാഗം എന്ന് പറയുന്ന AKGSMയിൽ നിന്നും പിളർന്നു പോയ ഒരു വിഭാഗം ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് കായിക മന്ത്രിയുടെ പത്രസമ്മേളനമാണ് നമ്മൾ കാണുന്നത്. അർജന്റീനൻ ടീം കേരളത്തിൽ വരികയും ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ളവർ വരിക എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് വലിയൊരു സ്പോൺസർഷിപ്പ് ഈ വിഭാഗം ഗവൺമെൻറ് നൽകാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയതെന്നാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞങ്ങളതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുകയോ ചർച്ചകൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു സംഘടന ഇത്രയും വലിയൊരു സ്പോൺസർഷിപ്പുമായി വരുമ്പോൾ ബഹുമാനപ്പെട്ട കായിക മന്ത്രിയും ഗവൺമെൻറ്റും ഈ സംഘടനയെക്കുറിച്ചും ഈ സംഘടനയ്ക്ക് ഇത്രയും വലിയൊരു സ്പോൺസർഷിപ്പ് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഗവൺമെൻറ് അന്വേഷിക്കേണ്ടതായിരുന്നു. അത് അന്വേഷിക്കാതെ അവരെയും ഒപ്പം കൂട്ടി പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവരുടെ സ്പോൺസർഷിപ്പ് തേടി അവരുടെ ചെല്ലുമ്പോൾ അവർ കൈമലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മാതൃകയിൽ ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് ഒരു 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലിന് ഇവർ തുടക്കം കുറിച്ചു. ഈ ജസ്റ്റിൻ പാലത്തറ വിഭാഗം അവർ ഒലോപ്പോ എന്നൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളെ അതിനെ പങ്കാളികളാക്കാൻ ശ്രമിച്ചു. അതിന് അംഗത്വം എടുക്കുന്നതിന് 10,000 രൂപ കൊടുക്കണം. 17.5 കിലോ സ്വർണം സമ്മാനമായി ലഭിക്കുമെന്ന് പറഞ്ഞ് അവർ പ്രചരണം നടത്തി. കേരളത്തിലെ ഏത് ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിയാലും അവർ 17.5 കിലോ സ്വർണം സമ്മാനം നൽകും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ്. 17.5 കിലോ സ്വർണവും കൊടുത്തില്ല, ഇവരുടെ പ്രചരണങ്ങളും നടത്തിയില്ല. ഒലോപ്പോം എന്നുള്ള ആപ്പിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മെസ്സി വരുത്തില്ല എന്നുള്ള ഒരു വലിയ പ്രചരണങ്ങൾ ഇപ്പം നമ്മൾ വാർത്തകളിലൂടെ കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളെ മുഴുവൻ സംശയമുനയിൽ നിർത്തുന്ന ഒരു തട്ടിപ്പ് സംഘടന എന്ന നിലയിൽ ജസ്റ്റിൻ പാലത്തറ വിഭാഗം കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളോട് സമാധാനം പറയേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്ന് ഗവൺമെൻറ് വ്യക്തമായ ഒരു അന്വേഷണം നടത്തി പൊതുജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു വലിയ സാഹചര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതായത് ഈ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ സർക്കാരിനെ സമീപിച്ചു എന്നുള്ളതാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാര്യം ഒരു സംഘടന പിളർന്നു പോയപ്പോൾ ആ സംഘടനയുടെ അവകാശം പോലും തർക്കം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരിങ്ങനെ ഒരു സ്പോൺസർഷിപ്പുമായിട്ട് പോകുന്നത്. ഗവൺമെൻറ് അതിൻ്റെ രേഖകൾ പരിശോധിക്കേണ്ടതായിരുന്നു. ഇവർ യഥാർത്ഥ സംഘടനയാണോ? ഇവരെന്താണ് ഇവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം എന്തായിരുന്നു? ഇതുപോലെ ഇതിനു മുമ്പ് സ്പോൺസർഷിപ്പ് എടുത്തിട്ടുണ്ടോ? ഈ വക കാര്യങ്ങൾ ഗവൺമെൻറ് അന്വേഷിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മളിപ്പോൾ സംശയിക്കുന്നത്. അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നടക്കത്തില്ലായിരുന്നു. ഇതിനകത്ത് ഒരു ബാലൻസ് ഷീറ്റ് ഗവൺമെൻറ് ആവശ്യപ്പെടണമായിരുന്നു. ഗവൺമെൻറ് ബാലൻസ് ഷീറ്റ് ആവശ്യപ്പെട്ടോ നമുക്കറിയത്തില്ല. യഥാർത്ഥത്തിൽ ഈ സംഘടനയ്ക്ക് ഇത്രയും ഒരു ബാലൻസ് ഉണ്ടോ? സാധ്യതയില്ല, എന്നും തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ സംഘടനയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ ഒരു സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത് കൊടുക്കാനായിരുന്നായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു കപ്പാസിറ്റിയുള്ള ഒരു സംഘടനാ സംവിധാനം അവരുടെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അവർ ഇത്തരത്തിൽ പണമൊക്കെ പിരിച്ച് അവസാനം അത് കേരളത്തിനാകെ തന്നെ ഒരു നാണക്കേടുണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയൊരു വിശ്വാസ്യത പുലർത്തിപ്പോകുന്ന ഒരു വ്യാപാര സമൂഹമാണ്. അവരെ എല്ലാം മുൾമുനയിൽ നിർത്തുന്ന അല്ലെങ്കിൽ സംശയദൃഷ്ടിയോടെ കാണുന്ന ഒരു സമീപനത്തിലാണ് ഇപ്പം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളും കേരളത്തിലെ ജനങ്ങളും നിൽക്കുന്നത്. കാര്യം ഒരു വലിയ സ്പോൺസർഷിപ്പ് നേടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ആ തെറ്റിദ്ധരിപ്പിച്ച സംഘടന ഇതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ
ഈ വക കാര്യങ്ങൾ അന്വേഷിക്കണം. ജസ്റ്റിസ് പാലത്തറ വിഭാഗം എന്ന് പറയുന്നത് സ്വർണ്ണ വ്യാപാര മേഖലയിൽ വലിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതായിട്ട് നമ്മളാരും കാണുന്നില്ല. ഒരു സമ്മേളനം കൂടിയതായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രവർത്തനങ്ങൾ നടത്തിയായിട്ടും കാണുന്നില്ല. സ്വർണ്ണ വ്യാപാര മേഖലയിൽ സംബന്ധിച്ച് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടന ഒരുപാട് സംഘടന ഈ അടുത്ത സമയത്ത് ആലപ്പുഴയിൽ ഒരു സ്വർണ്ണ വ്യാപാരി പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടപ്പോൾ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പടയ്ക്കൽ ധർണ നടത്തുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ തൃശ്ശൂരിൽ ഒരു ബയർ സെല്ലർ മീറ്റ് നടത്തി. ഇപ്പോൾ ഞങ്ങൾ ജൂൺ 29 സംസ്ഥാന സമ്മേളനം നടത്താൻ പോകുന്നു. 27, 28, 29 തീയതികളിൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ തന്നെ നടത്താൻ പോകുന്നു, എക്സിബിഷൻ സ്വർണ്ണ വ്യാപാര മേഖലയിൽ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 11 വർഷമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയ്ക്കാണ് ഇവരിങ്ങനെ അതിനെയൊക്കെ കവച്ചു വെക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇവർ ഇത്തരം പ്രവർത്തനങ്ങളുമായി നടത്തി. കഴിഞ്ഞ ഓണക്കാലത്ത് 4700 സ്വർണ്ണ വ്യാപാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്വർണ്ണോത്സവം പരിപാടി കേരളത്തിൽ നടത്തി. 2.25 കിലോ സ്വർണവും 10 കിലോ വെള്ളിയും സമ്മാനമായിട്ടാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അത് ധനമന്ത്രിയാണ് കൊല്ലത്ത് വെച്ച ആ പരിപാടികൾ സ്വർണം അന്നേരം തന്നെ സ്പോട്ടിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിൽ വിശ്വാസ്യത പുലർത്തി പോകുന്ന ഒരു സംഘടനയാണ് നമ്മുടേത്. പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു സംഘടന വന്നേച്ചാൽ ഞങ്ങൾ 100 കോടി രൂപ അല്ലെങ്കിൽ 200 കോടി രൂപ കളക്ട് ചെയ്ത് സ്പോൺസർഷിപ്പിലൂടെ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഒരു ചിന്ത അതിനല്ലെങ്കിൽ ഒരു ആവശ്യമായൊരു ചർച്ച നടത്തേണ്ടിയിരുന്നു. ആ ചർച്ച നടത്താതെ പോയതായിരിക്കാം ഗവൺമെൻറ് ഇങ്ങനെ ഒരു വലിയ വെട്ടിൽ വീണിരിക്കുന്നത്. എന്തായാലും ഇവർ ഇത്തരത്തിൽ പരാതി ഉന്നയിക്കുന്നു. ഇനി കൃത്യമായ അന്വേഷണം നടത്തി സർക്കാർ തന്നെ അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാന ആവശ്യവും. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.